ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളത്തിൻ്റെ നിയമസഭയിൽ അവതരിപ്പിക്കപ്പെട്ട ബഡ്ജറ്റ് അക്ഷരാർത്ഥത്തിലൊരു ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിൽ നിന്ന് ഒരു സർക്കാർ ഒളിച്ചോടാനുള്ള പ്രവർത്തനങ്ങളുടെ ഒരു പ്രവേശന കവാടമാണ്. യഥാർത്ഥത്തിൽ സമ്പൂർണ്ണമായിട്ടുള്ള സ്വകാര്യവൽക്കരണം ലക്ഷ്യമിട്ടുകൊണ്ട് യാത്രയാരംഭിക്കുന്ന ഒരു ഗവൺമെൻറ് ബഡ്ജറ്റിലേക്കുള്ള വരവ് ഗവർണറെ കൊണ്ട് അവതരിപ്പിച്ച നയപ്രഖ്യാപനത്തിൻ്റെയും അർദ്ധസത്യങ്ങൾ ഉൾപ്പെടെ അവതരിപ്പിച്ചുകൊണ്ട് ചിലത് മൂടിവെച്ചും ചിലത് പെരുപ്പിച്ച് കാണിച്ചും അവതരിപ്പിച്ച ധവളപത്രത്തിലൂടെയും കേരളം ഒരു കടക്കണിയിലാണെന്ന് ബോധ്യപ്പെടുത്താനുള്ള വലിയ ശ്രമങ്ങൾ നടത്തിയിട്ടാണ്. യഥാർത്ഥത്തിൽ ഈ ബഡ്ജറ്റിൻ്റെ സന്ദേശം സ്വകാര്യവൽക്കരണവും ഭൂമി കച്ചവടവും തെറ്റായ വാർത്തകളുടെയും സംഭവങ്ങളുടെയും വാചാടോപങ്ങളുമാണ്. കേന്ദ്രം യഥാർത്ഥത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ എല്ലാ അർത്ഥത്തിലും പിന്തുണയ്ക്കുന്ന ഒരു സർക്കാർ. വന്ദേ ഭാരത് മാതരത്തിൽ നമ്മളത് കണ്ടു. അതിനെ തുടർന്ന് ബഹുമാനപ്പെട്ട ഗവർണറെ കൊണ്ട് അവതരിപ്പിച്ച നയപ്രഖ്യാപനത്തിൽ സമ്പൂർണ്ണമായ ആ കീഴടങ്ങൾ കണ്ടു. സിമാരുടെ കാര്യത്തിൽ ആ കീഴടങ്ങൾ കണ്ടു. കാവ്യവൽക്കരണത്തിൻ്റെ ഭാഗമായി സെനറ്റിലേക്ക് ആളുകളെ കുത്തിക്കയറ്റിയ ഗവർണറുടെ നടപടിയിൽ അത് കണ്ടു. ഏറ്റവും അവസാനം യോഗാ ദിനത്തെക്കുറിച്ച് ആലോചിക്കാൻ കേരളത്തിലെ ഉന്നതരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ നേരിട്ട് വിളിച്ച ലോക്ഭവൻ്റെ നടപടിയിൽ പ്രതിഷേധിക്കാൻ പ്രതിപക്ഷത്തിൻ്റെ ഇടപെടൽ വേണ്ടി വന്നു, പ്രതിപക്ഷം അറിയിപ്പ് കൊടുക്കേണ്ടി വന്നു എന്ന വിധത്തിലുള്ള പ്രശ്നങ്ങൾ വരെ കേന്ദ്ര ഗവൺമെൻറ്റിന് സമ്പൂർണ്ണമായി കീഴടങ്ങുകയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നടപടികൾ അതുപോലെ നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരു ശ്രമമാണ് ഇതിൽ കാണാനാകുന്നത്. കേന്ദ്രം കഴിഞ്ഞ അവരുടെ ബഡ്ജറ്റിലൂടെ ഒറീസ, കേരള, ആന്ധ്ര മേഖലകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവതരിപ്പിച്ച റെയർ എർത്ത് കോറിഡോർ അതിൻ്റെ മറ്റൊരു പതിപ്പായി യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒന്ന് അവതരിപ്പിക്കുകയാണ്. റെയർ എർത്ത് ക്രിട്ടിക്കൽ മിനറൽ കോറിഡോർ എന്ന പേരിലുള്ള ഒരു പദ്ധതി അവതരിപ്പിച്ചുകൊണ്ട് കേരളത്തിൻ്റെ ധാതു സമ്പത്ത് പൂർണ്ണമായിട്ടും കീഴടക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു സ്വകാര്യവൽക്കരണത്തിലേക്ക് ഈ ഗവൺമെൻറ് തുടക്കം കുറിച്ചിരിക്കുന്നു. ഭൂപരിഷ്കരണം 2.0 നടപ്പിലാക്കും എന്ന് പ്രഖ്യാപനത്തിലൂടെ യഥാർത്ഥത്തിൽ ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ അന്തസ്സത്തകളെല്ലാം ഇല്ലാതാക്കി ഭൂരഹിതരായ മനുഷ്യർക്ക് ഭൂമി കൊടുക്കുക എന്ന സങ്കല്പത്തേക്കാൾ തങ്ങൾക്ക് പ്രധാനം വാണിജ്യ സംരംഭങ്ങൾക്കായി ഭൂമി പരിവർത്തനം ചെയ്യുന്ന പ്രക്രിയ വേഗത്തിലാക്കുകയാണെന്നും ഗവൺമെൻറ് ഭൂപരിഷ്കരണത്തിലൂടെ മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ അഭിമാനത്തോടെ കൊണ്ടു നടന്ന ഭൂമിയുടെ സംരക്ഷണം പൂർണ്ണമായും സ്വകാര്യ മേഖലയ്ക്ക് വിട്ടുകൊടുക്കും, കച്ചവടക്കാർക്ക്, ഭൂമാഫിയകൾക്ക് വിട്ടുകൊടുക്കും എന്നുള്ളതിൻ്റെ മറ്റൊരു പ്രഖ്യാപനമാണ്. 2016 തുടക്കത്തിൽ 2015 അവസാനത്തിലും ഉമ്മൻചാണ്ടിയുടെ സർക്കാർ അവതരിപ്പിച്ച റിയൽ എസ്റ്റേറ്റ് കച്ചവടം ഈ ഗവൺമെൻറ് അതിൻ്റെ തുടക്കം മുതൽ നടത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഭൂപരിഷ്കരണ നിയമം പുതിയ കാലത്തിനനുസരിച്ച് വായിക്കാം, പക്ഷേ ഭൂപരിഷ്കരണത്തിൻ്റെ അന്തസ്സത്ത ഭൂരഹിതരായ മനുഷ്യനെ ഭൂമിയുടെ ഉടമകളാക്കുകയാണ് എന്ന രാഷ്ട്രീയ സാമൂഹിക ലക്ഷ്യം ഭൂരഹിതരായിട്ടുള്ള മനുഷ്യരുടെ എണ്ണം ഇപ്പോഴും ഉള്ളപ്പോഴും കേരളത്തിൽ തുടരാൻ ശ്രമിക്കുന്നത് ബോധപൂർവമായിട്ടുള്ള ഒരു റിയൽ എസ്റ്റേറ്റ് മാഫിയയ്ക്ക് സഹായം നൽകാവുന്ന നടപടിയായി അത് മാറുകയാണ്. വളരെ കൊട്ടിഘോഷിച്ചുകൊണ്ട് ആരംഭിച്ച ഇന്ദിരാ ഗ്യാരണ്ടികൾ പലതിനെക്കുറിച്ചും മിണ്ടുന്നില്ല. KSRTCയിൽ സ്ത്രീകൾക്ക് യാത്ര ചെയ്യാൻ സൗജന്യമായി അവസരം കൊടുത്തതിനാവശ്യമായ തുക മാറ്റിവെച്ചതൊഴിച്ചാൽ ഇന്ദിരാ ഗ്യാരണ്ടിയിലെ മറ്റ് 3 വസ്തുതകളെക്കുറിച്ച് മിണ്ടുന്നതേയില്ല. നാലാമത്തെ ഒന്ന് അവ്യക്തമായി സൂചിപ്പിച്ച് മാത്രം പോവുകയാണ്. ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ആരോഗ്യ സുരക്ഷാ ഗ്യാരണ്ടി 25 ലക്ഷം രൂപ വീതം കേരളത്തിലെ 95 ലക്ഷത്തോളം വരുന്ന കുടുംബങ്ങൾക്ക് നൽകുമെന്ന പ്രഖ്യാപനത്തിന് 10 കോടി രൂപ മാറ്റിവെക്കുകയല്ലാതെ ആ 10 കോടി രൂപ എന്തിനാണെന്നോ എന്ന് ഈ ഗ്യാരണ്ടി ആരംഭിക്കുമോ എന്നോ ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല. പെൺകുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് പോകുന്നവർക്ക് മാസം 1000 രൂപ കൊടുക്കും എന്ന പ്രഖ്യാപനം, 5 ലക്ഷം രൂപ തൊഴിൽ രഹിതരായിട്ടുള്ള ചെറുപ്പക്കാർക്ക് പലിശരഹിതമായ വായ്പ കൊടുക്കും എന്ന പ്രഖ്യാപനം, ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുമെന്ന പ്രഖ്യാപനം ഒന്നും ഇതിൻ്റെ ഭാഗമായി ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായിട്ടുള്ള പ്രഖ്യാപനങ്ങളൊന്നും അവതരിപ്പിക്കാത്ത ഒരു ബഡ്ജറ്റ്. പ്രഖ്യാപനത്തിലൂടെ പ്രകടന പത്രികയിലൂടെ പറഞ്ഞ ഇന്ദിരാ ക്യാൻറ്റീനെക്കുറിച്ച് പോലും അഭിപ്രായം രേഖപ്പെടുത്താത്തൊരു ബഡ്ജറ്റ് എന്ന വിധത്തിൽ ഈ ബഡ്ജറ്റിനെ നാം കാണേണ്ടതുണ്ട്. പ്ലാനിംഗ് ബോർഡിനെ നോക്കുകുത്തിയാക്കാനുള്ള ശ്രമം കേന്ദ്ര ഗവൺമെൻറ് നീതി ആയോഗ് കൊണ്ടുവന്നതുപോലെ ഈ ഗവൺമെൻറ് കൊണ്ടുവരികയാണ് എന്ന് ഔപചാരികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ആരംഭിച്ച എല്ലാ ക്ഷേമ പദ്ധതികളും അവസാനിക്കുകയാണ് എന്നതാണ് ഇതിൻ്റെ സൂചന. കഴിഞ്ഞ ഗവൺമെൻറ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം നടത്തിക്കൊണ്ട് അതിൻ്റെ തുടർച്ചയായ
അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ 2.0 ആണ് കൊണ്ടുവരാൻ ശ്രമിച്ചതെങ്കിൽ അതിനെക്കുറിച്ചൊരക്ഷരമില്ല. ലൈഫിനെ കുറിച്ചൊരക്ഷരമില്ല. പട്ടയ വിതരണങ്ങളെക്കുറിച്ച് ഒരക്ഷരമില്ല. കേരളത്തിലെ 60 വയസ്സിനും 35 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾക്ക് കൊടുത്തു തുടങ്ങിയ 1000 രൂപയുടെ സ്ത്രീ സുരക്ഷാ പദ്ധതിയെക്കുറിച്ച് ഒരു പരാമർശമില്ല. കണക്ട് ടു വർക്ക് എന്ന പേരിൽ വിദ്യാഭ്യാസം ജോലിക്ക് പോകാൻ തുടങ്ങിയിട്ടുള്ള ചെറുപ്പക്കാർക്ക് കൊടുത്തു തുടങ്ങിയ 1000 രൂപയുടെ പദ്ധതിയെക്കുറിച്ച് ഒരു പ്രഖ്യാപനമില്ല. അക്ഷരാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്ന ചങ്ങാത്ത മുതലാളിത്തത്തിൻ്റെ അതേ രൂപത്തിലുള്ള ഒരു ബഡ്ജറ്റ് കേരളത്തിൻ്റെ സാമൂഹിക പ്രശ്നങ്ങളോടോ സാധാരണക്കാരുടെ ജീവിതത്തിനോടോ ഒരു വിധത്തിലും പ്രതിബദ്ധത പുലർത്തുകയോ ഏതെങ്കിലും വിധത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയോ ചെയ്യാതെ ചില വാചാടോപങ്ങളും വാചക കസർത്തുകളും മാത്രമായി അവസാനിക്കുന്നു എന്നത് ഗൗരവമായി കേരളം ചർച്ച ചെയ്യാൻ വേണ്ടി പോവുകയാണ്.